പുസ്തകം 11-ാം അധ്യായം 13 മുതൽ 17 വരെ ഒരു വ്യക്തി ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ല് തരും. നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കും. എന്താ വായിച്ചത്? നിർത്തി വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് സ്വർഗീയ കിളിവാതിൽ തുറന്ന് നിനക്ക് മഴ പെയ്യിച്ച് നിന്റെ ഫലം സമൃദ്ധിയായി വിളയിച്ചു തരും. നിനക്ക് വേണ്ടത് തരാം, പക്ഷെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്നാണ് ദൈവം പറയുന്നത്. ആരുടെയും മുമ്പിൽ ചെന്ന് ഇല്ല എന്ന് പറഞ്ഞ് കരം നീട്ടുവാൻ സർവശക്തനായ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. സ്വർഗീയ കലവറ തുറന്ന് നിനക്ക് വേണ്ടത് തന്ന് നിറയ്ക്കും. ചൂടേറിയ അനുഭവത്തിലും സ്വർഗീയ വെളിച്ചം നൽകി സമാധാനപരമായി നിന്നെ നടത്തുവാൻ സർവശക്തന് മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടത് തന്നു നിറപ്പാനും യേശുവിന് മനസ്സുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്തോത്രം. എന്ത് ചെയ്യണം? ദൈവം പറയുന്നത് നീ കേട്ട് അനുസരിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തോട് ആലോചന ചോദിച്ച് നീ യാത്ര ചെയ്യുമെങ്കിൽ നിന്റെ ജീവിത യാത്രയുടെ വഴിയിൽ നിന്നെ തടഞ്ഞ് നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്ത് നിന്റെ തലമുറ ഭാവി ഇല്ലാതാക്കി നിന്നെ ഒരു രോഗിയാക്കി മറ്റുള്ള മുമ്പിൽ തല ഉരിപ്പാൻ ഞാൻ നിന്നെ വിടത്തില്ല. അതാ കർത്താവാണ്. അപ്പൊ ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ലോകത്തെ നോക്കി ലോകം പറയുന്നത് കേട്ട് യാത്ര ചെയ്താൽ നീ കഷ്ടത്തിൽ വീട് തകർന്നു പോകും. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവം പറയുന്നത്? ദൈവത്തിന്റെ വചനം പഠിച്ചാൽ അവിടെ കാണാൻ, ലേഖനങ്ങൾ പഠിച്ചാൽ അവിടെ കാണാൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയാത്ത പരീക്ഷകളൊന്നും ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങളെ കൊണ്ട് കഴിയാത്തതൊന്നും നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കും. സ്വത്രം നോക്ക്. ദൈവ പൈതലേ, നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്നിലൂടെ മറ്റുള്ളവർ ദൈവത്തിന്റെ മഹത്വം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന അളവിൽ ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ ദൈവം പറയുന്ന വചനപ്രകാരം നീ യാത്ര ചെയ്യണം. ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. സ്വത്രം. ഒരുപാട് ദൈവങ്ങൾ ഇവിടെ ഉണ്ട്. 30 കോടി ദേവഗണങ്ങളും അതിലേറെ ഭൂതപ്രേത പിശാചുക്കളും വാഴുന്ന ഈ ഭൂമിയിൽ മനുഷ്യ ദൈവങ്ങൾ പോലുമുള്ള സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം തന്റെ തിരുവെഴുത്തുള്ള താൻ സ്നേഹിക്കുന്ന തന്റെ മക്കളോട് പറയുകയാണ്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ പറയുന്നത് ഒരു ബിംബത്തെയും ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. ഒരു ബിംബത്തെ
വചനം വായിച്ചാൽ, പുറപ്പാട് പുസ്തകം പഠിച്ചാൽ അവിടെ കാണാൻ കഴിയും, ആകാശത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ കരയിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? വിശുദ്ധിയോടും വിശ്വസ്തയോടും ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ കാണും. നേർച്ചകൾ കൊണ്ടോ കാഴ്ചകൾ കൊണ്ടോ കൂദാശകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ പ്രാപിക്കത്തില്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അനുസരിച്ച് സ്വത്രം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ നിങ്ങൾ തയ്യാറാണല്ലോ, നിങ്ങൾ ഭൂമിയിൽ ഉന്നതരാണ്. നിങ്ങൾ വായ്പ വാങ്ങുന്നവനാകുമെന്നല്ല, കൊടുക്കുന്നവനായി തീരും. സ്വത്രം ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്വത്രം ഞാൻ ദൈവത്തിന്റെ വചനം പറയുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്കുണ്ടാകുന്നില്ല. സ്വത്രം ഞാൻ പറഞ്ഞു, നന്മ കിട്ടിയില്ലെങ്കിലും ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കുന്നുണ്ടോ കുഞ്ഞെ? സ്വത്രം സമാധാനത്തോടെ നിനക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിപ്പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. നമ്മുടെ ചിന്ത എന്തോന്നറിയാമോ? കുറെ പണം ഉണ്ടെങ്കിൽ എല്ലാം ആയി. പണം വേണം. പണമില്ലാതെ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ പണം തന്ന ദൈവത്തെ മറന്നുപോയാൽ എന്ത് കിട്ടത്തില്ല അറിയാം? തിന്നാൻ ഭാഗ്യം കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറയെങ്കിൽ പറ. സ്വത്രം പണമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ പണം ഉണ്ടായിട്ടും കാര്യമില്ല തിന്നാൻ ഭാഗ്യമില്ലെങ്കിൽ. അങ്ങനെ ആ തന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട്, കർത്താവേ നീ ഒഴികെ ഒരു നന്മയും എനിക്കില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുത്തു. സകല നാമത്തിനും മേലായ നാമം നൽകി സ്വർഗത്തിൽ നിന്നെ ഉയർത്തും. നീ ഉയർത്തപ്പെടുന്നത് കാണുമ്പോൾ നിന്റെ സന്തതി നിന്നോടുകൂടെ ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരും. ആണ്ടോടാണ്ട് കാത്തിരുന്നല്ല പ്രാപിക്കേണ്ടത്. പിന്നെയോ ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ അറിയിച്ചിട്ട് അത് ലഭിക്കുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്വത്രം കർത്താവ് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ലഭിക്കും എന്നല്ല, ലഭിച്ചു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾക്കാണ്. സ്തോത്രം. പുറപ്പാട് പുസ്തകം സ്തോത്രം 14-ാം അധ്യായം 11 മുതൽ 17 വരെ ഒന്ന് വായിക്കാമോ? സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 11 മുതൽ 17 വരെ. അവർ മോശയോട് മിസ്രയീമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടോ മരുഭൂമിയിൽ ഞങ്ങൾ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. നോക്ക്, പ്രതിസന്ധി വന്നപ്പോ, പ്രതികൂലം വന്നപ്പോ നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും വിടുവിച്ച സാഹചര്യവും അവർ മറന്നു. അവരാണ് നമ്മളും ഇതല്ലേ? സ്വത്രം. ഇതിലും വലിയ പ്രതികൂലം വന്നപ്പം എനിക്ക് വേണ്ടി കരുതയും ഇനിയും കരുതുവാൻ ശക്തനാണെന്ന് ഓർക്കുമോ? ഇല്ല. പകരം ഈ പ്രതികൂലത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് നോക്കത്തുള്ളൂ. പക്ഷെ നീ എത്ര ശ്രമിച്ചാലും ആ പ്രതികൂലത്തെ നിനക്ക് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ നിന്നോട് കൂടെയുള്ള കർത്താവുണ്ടല്ലോ, ആ പ്രതികൂലത്തെ ജയിക്കാൻ മനസ്സുള്ളവനാ. ആ കർത്താവിനെ നീ മുറുകെ പിടിക്കണം. നോക്ക്, അവിടെ പറഞ്ഞെന്തുവാ? സ്വത്രം. ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്നത് കൊല്ലാനാണോ? സ്വത്രം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നിന്നെ അനുഗമിക്കത്തില്ല. സ്വത്രം. അപ്പൊ മരണഭീതി ആരെ കടന്നു പിടിച്ചു? ഇസ്രായേൽ ജനത്തെ കടന്നു പിടിച്ചു. പക്ഷെ ഭയം കൂടാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരുവനാണ് മോശ. സ്വത്രം. കാരണം മോശയ്ക്ക് അറിയാം, എന്നെ ഇവിടുത്തോളം കൊണ്ടുവന്നതും ഈ ജനത്തെ വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ പറഞ്ഞതും ആരാ? സർവശക്തനായ ദൈവമാണ്. സ്വത്രം. അതുകൊണ്ട് സ്വത്രം എന്ത് സംഭവിക്കത്തില്ല? ഒരനർത്ഥം വന്ന് ഞാനും എന്റെ കുഞ്ഞുങ്ങളും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ പറയാമെങ്കിൽ പറ. കാരണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ നിനക്ക് വേണ്ടതെല്ലാം തന്നു നിറയ്ക്കും.
ആ ഒരു വിശ്വാസം നിനക്കുണ്ടാവണം. ഇസ്രായേൽ ജനം നോക്കിയേ, ഒരു ചെറിയൊരു പ്രതികൂലം വന്നപ്പോ നടത്തിയ വിധങ്ങളും കരുതിയ നന്മകളും മറന്നിട്ട് ചോദിക്കുക, ഞങ്ങൾ അവിടെ കടന്ന് ചാവുമായിരുന്നു, ഈ മരുഭൂമി കൊണ്ടുവന്ന് കൊല്ലാനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? സഹോദരങ്ങളെ ഓർക്കണമേ, നമ്മളിൽ പലരും ഇങ്ങനെയാ ചിന്തിക്കുന്നത്. അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, ഭക്ഷിച്ചിട്ടില്ലാത്ത, ദൈവിക ദൂതന്മാർ ഭക്ഷിക്കുന്ന ആഹാരം ഭക്ഷിച്ച് ബലത്തോടെ, ചെരുപ്പ് പഴകാതെ, വസ്ത്രം കീറാതെ, സ്തോത്രം, അവർ ആയുസോടെ, ആരോഗ്യത്തിലും ബലത്തോടെ, സന്തോഷത്തിലും നടന്നു വന്ന വഴി കരുതിയ നന്മകളെ ഓർക്കാതെ അല്പനിമിഷം ഒരു പ്രതികൂലം വന്നപ്പോൾ, സ്തോത്രം, ഒരു കഷ്ടം വന്നപ്പോ, സ്തോത്രം, അത് എല്ലാ കാലത്തും നിലനിൽക്കത്തില്ലെന്ന് അറിയാമായിരുന്നിട്ട് പോലും നടത്തിയ മോശയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ കുറ്റം പറയുകയാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് വ്യക്തമായി കേൾക്കണമേ. ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. നോക്ക്, ഈ ദൈവം എന്തിനാ ഈ ജനത്തെ ഈ മരുഭൂമിയിൽ ഇങ്ങനെ പരീക്ഷിച്ചത്? സ്വത്രം, ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും അവർ അനുഭവിച്ചറിഞ്ഞു വേണം ദൈവത്തെ പിൻപറ്റുവാൻ. സ്വത്രം, എന്ത്? ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും അവർ അനുഭവിച്ചുകൊണ്ട് വേണം ദൈവത്തെ പിൻപറ്റുവാൻ, മോശ പറയുന്നതിന് പിന്നാലെ വരുവാൻ. അതുകൊണ്ടാണ് ചെറിയൊരു പ്രതിസന്ധി അവരെ മുമ്പിൽ കൊണ്ടിട്ട് അപ്പൊ തന്നെ എന്ത് മനസ്സിലായി? ഈ ജനത്തിന്റെ തനി സ്വരൂപം മരുഭൂമിയിൽ വെളിപ്പെട്ടു. സ്വത്രം, അതാണ് പറയുന്നത്, നീ ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത്? സ്വത്രം, കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പേ അവിടെ കിടന്ന് ചാവാതെ ചത്തപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. സ്വത്രം, ശരിയല്ലേ? ഇഷ്ടികക്കളത്തിൽ, പറവോൻ ഇഷ്ടികക്കളത്തിൽ കിടന്ന് അടിയും ഇടിയും ചവിട്ടും തുപ്പും ഒക്കെ അനുഭവിച്ച് ഒരു നിന്ന പാത്രമായി ഒന്ന് നിവർന്ന് പോലും നിൽക്കാൻ കഴിയാതെ ഊഴിവേല ചെയ്തപ്പോഴേ അവരവിടെ കിടന്ന് പറഞ്ഞിരുന്നു, ദൈവമേ രക്ഷിക്കണേ. ആ നിലവിളി കേട്ട് ആ കഷ്ടപ്പാടിൽ നിന്നവനെ പുറത്തു കൊണ്ടുവന്ന് ശ്രേഷ്ഠന്മാരുടെ നടുവിൽ നിർത്തിയപ്പോ അവൻ പറയും, ഞങ്ങളെ കഷ്ടപ്പെടുത്താനാണ് കൊണ്ടുവന്നത്. മാത്രം ഈ ജനത്തിന്റെ സ്വഭാവം എപ്പോഴേ മാറത്തുള്ളെന്നറിയാമോ? ദൈവ തേജസ് അവരിൽ വെളിപ്പെടുമ്പോൾ മാത്രമേ മാറത്തുള്ളൂ. അതുകൊണ്ടാണ് താഴ്ത്തി പരീക്ഷിച്ച് പിന്നത്തെ നന്മ ചെയ്ത് കർത്താവ് അവരുടെ കൂടെ നിന്നത്. എന്നിട്ടും ആ കൂടെ നിന്ന കർത്താവിനെ അവർ തിരിച്ചറിഞ്ഞില്ല. വായിച്ചോളെ, നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രയീമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് സ്വത്രം. എന്താ അവര് പറയുന്നത്? ഞങ്ങൾക്ക് കാറ്റൊന്നും വയ്യ, ഞങ്ങളെ മിസ്രയീമിൽ അങ്ങ് വിട്ടേരെ, ഞങ്ങൾ അവിടെ ചെന്ന് വേല ചെയ്ത് ജീവിച്ചോളാം. സ്വത്രം. എനിക്ക് ഈ തിരുവഴുത്തിന്റെ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു വലിയൊരു ചിന്ത ഒന്ന് മനസ്സിലാക്കണേ. എത്ര കണ്ടാലും എത്ര കൊണ്ടാലും ജീവിതത്തിൽ നീ എന്തെല്ലാം നന്മ അനുഭവിച്ചാലും ചിന്ത ഇപ്പൊ എവിടെയാ? പഴയ ഇഷ്ടികക്കളത്തിലാണ്. അവിടെ കിടന്ന് നിലവിളിച്ചത് കേട്ട ദൈവം അവനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് നോട്ടം മൊത്തം ഇപ്പൊ അങ്ങോട്ടാ മിസ്രയീമിലോട്ടാ. അങ്ങനെ നോക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? ലോത്തിന്റെ ഭാര്യയെ പോലെ ആയിപ്പോയി. അവർ ഉപ്പുതൂണായില്ല, പകരം അവർ പട്ടുപോയി. ലോത്തിന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഉപ്പുതൂണാക്കി നിർത്തിയത്, വരും തലമുറ കാണാൻ വേണ്ടി. പക്ഷെ ഇത് ലക്ഷക്കണക്കിന് ജനമുള്ളതുകൊണ്ട് അവരെ ഇല്ലാതാക്കി കളഞ്ഞു. ദൈവം കനാൻ നാട്ടിൽ എത്തിക്കാതെ അവരെ വഴിയിൽ കൊന്നു കളഞ്ഞു. ഓക്കെ, വ്യക്തമായി ഒന്ന് തിരിച്ചറിയണേ. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഈ ജനം വഷളത്തം നിറഞ്ഞ് പാപത്തിൽ വീണുപോയി, ഇനി ഇവരെ അടിച്ചിട്ട് ഇവര് നന്നാവത്തില്ല. ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം അവരെന്നെ കുറ്റം പറഞ്ഞു, തള്ളിപ്പറഞ്ഞു. ഇനി ഞാൻ അവരെ രക്ഷിക്കത്തില്ല, ഞാൻ അവരെ കൊന്നുകളയും. മോശ എന്തോ പറഞ്ഞു? മോശ എന്തോ പറഞ്ഞു? ഈ ജനത്തെ നടത്തിക്കൊണ്ടുവന്ന ആരാ? മോശയല്ലേ? ആരാ പറഞ്ഞത് കൊണ്ടുവരാൻ?
ദൈവമാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ വഴിയിൽ നശിപ്പിച്ചാൽ അവരുടെ തലമുറ നാളെ ചോദിക്കും, ഞങ്ങളുടെ അപ്പന്മാരെ അമ്മമാരെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് വഴിയിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഈ ഒരു ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ദൈവമേ ആ ജനത്തെ നശിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് മോശ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. സ്വർഗത്തെ ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്താ പറഞ്ഞു? മോശെ, ഞാൻ അവരെ നശിപ്പിക്കത്തില്ല, പക്ഷെ വാഗ്ദത്ത നാട് അവർ കാണത്തില്ല. ദൈവം തന്റെ മക്കളെ ശിക്ഷിക്കും, പക്ഷെ ആ ശിക്ഷയുടെ നടുവിൽ രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനെ സ്വർഗം കൈവിടത്തില്ല. ഈ നല്ല പകൽക്കാലം വ്യക്തമായി തിരിച്ചറിയണം. നീ സേവിക്കുന്ന ദൈവം നിന്റെ അകൃത്യം ക്ഷമിക്കുകയില്ല, പക്ഷെ നിന്റെ കണ്ണുനീര് കണ്ടാൽ അവൻ മറികടന്നു പോകത്തുമില്ല. ഇത്ര നല്ല ദൈവത്തെ ആരാധിപ്പാൻ, സേവിപ്പാൻ നിനക്കും എനിക്കും കിട്ടിയ ഭാഗ്യം എത്ര വലുതാണെന്നറിയാമോ? വായിച്ചോ. മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. സ്വത്രം ഉറച്ചു നിൽക്കുക സഹോദരങ്ങളെ. ചാഞ്ചാടുന്ന മനസ്സുമായി, ഉറപ്പില്ലാത്ത മനസ്സുമായി, വിശ്വാസമില്ലാത്ത ജീവിതയാത്ര നയിക്കാതെ വിശ്വാസത്തോടെ നിങ്ങൾ യാത്ര ചെയ്യും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കാരണം എന്നെ വിളിച്ചാക്കിയത് നിങ്ങളെ സംരക്ഷിക്കാനാ. അങ്ങനെ എന്നെ കൊണ്ട് കഴിയാത്ത ദൈവം ചെയ്യും. ഗുണപ്പുറപ്പുകളെ വ്യക്തമായി തിരിച്ചറിയണേ. മനുഷ്യന്റെ പുറകെയല്ല നമ്മൾ പോകേണ്ടത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു, അതനുസരിച്ച് പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ മറന്നാലും ദൈവം നിങ്ങളെ മറക്കത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കണം. കാരണം അനുഭവങ്ങൾ, ഒരുപാട് പാഠങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പലരും വീണപ്പോൾ, പലരും നിലവിളിക്കുമ്പോൾ നീയും നിന്റെ സന്തതിയും സന്തോഷത്തോടെ ഭൂതലത്തിൽ പാർക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് തിരിച്ചറിയണം. അവര് പറഞ്ഞു മോനെ വേണ്ടടാ, അവര് പറഞ്ഞു മോളെ വേണ്ടടി, അവര് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാ. ഇതൊക്കെ കേട്ടവരാ നമ്മൾ. പക്ഷേ കർത്താവ് പറഞ്ഞു, ലോകത്തിന് ചെവി കൊടുക്കാതെ എന്റെ വചനത്തിന് കാതോർക്കാൻ. സ്വത്രം, എന്റെ വചനം നിന്നെ കൊല്ലുകയല്ല, അത് ജീവിപ്പിക്കും. സ്വത്രം, അത് നിന്റെ ജീവനായി അന്ത്യത്തോളം നിന്റെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവമുഖത്തേക്ക് നോക്കി അപ്പാ നീ മാത്രം മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിങ്ങൾ തയ്യാറായാൽ കൂട്ടുകാരിൽ പരമായി സ്വർഗം നിങ്ങളെ നിറയ്ക്കും. വായിച്ചെടുത്തത് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇന്നുവരെ കണ്ട അനർത്ഥങ്ങളോ കഷ്ടങ്ങളോ ഇനി നിങ്ങൾക്കുണ്ടാകത്തില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമുക്ക് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിനോട് മോശ പറയുമ്പോൾ അവർ തലകുലുക്കി സമ്മതിച്ചു. പക്ഷേ അല്പ ദിവസത്തെ വഴിദൂരെ യാത്ര ചെയ്യുമ്പോൾ അവർ മുൻപിൽ കണ്ടതൊരു ചെങ്കടല. സ്വത്രം, അവർ മുൻപിൽ കണ്ട ചെങ്കടലെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ പുറകിൽ ഒരു ആരവാരവം കേട്ടു. ദൈവത്തിന്റെ വചനം പറഞ്ഞിങ്ങനെയാണ്, പ്രശ്നങ്ങളുടെ നടുവിൽ അവിശ്വാസിയാകാതെ വിശ്വാസിയായി ദൈവത്തെ സേവിക്കുക. പ്രതികൂലങ്ങൾ വരുമ്പോൾ ലോകത്തെ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കുക. സ്വത്രം, ഇവിടെ വ്യക്തമായി പറയുന്നു. സ്വത്രം, ജനം മുമ്പിൽ കണ്ട ചെങ്കടലിനെ ഭയപ്പെട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആരെ കണ്ടു? ശത്രുവിനെ കണ്ടു. ഈ നല്ല പകലിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന ഒരു ശത്രുവിന്റെ കരത്തിലും സ്വർഗം നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല സഹോദരങ്ങളെ. ഏതെല്ലാം നിലവാരത്തിൽ നിങ്ങൾക്കെതിരെ പിശാച് വാട പോയാലും ആ പിശാചിന്റെ തല തകർത്ത് സ്വർഗം നിങ്ങൾക്ക് ജയം തരും. നിന്റെ കുറവ് അവൻ കണക്കിടത്തില്ല. കാരണം അത് ക്ഷമിച്ചത് കൊണ്ടാ നീ ഭൂമിയുടെ മുൾപ്പരപ്പ് നിൽക്കുന്നത്. നിന്റെ ബലഹീനത അവൻ നോക്കത്തില്ല. അത് നിന്റെ ബലഹീനത സ്വർഗത്തിലെ ദൈവത്തിന് അറിയാവുന്നുണ്ട്. അതിൽ അവൻ ക്ഷമിക്കും. കാരണം നീ ആശ്രയിച്ചത് സർവശക്തനായ ദൈവത്തിലാണ്. അങ്ങനെയെങ്കിൽ പുറകോട്ട് നോക്കിയ ജനം ഭയപ്പെട്ടു.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടത്തിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചെന്ന്. അങ്ങനെയുള്ള പുറകോട്ട് നോക്കിയവർ ഭയപ്പെട്ടു, മുമ്പോട്ട് നോക്കിയവർ പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പകച്ചു. സ്വത്രം. ഈ നല്ല പകൽക്കാലം നിങ്ങൾ എവിടേക്കാണ് നോക്കുന്നത്? സ്വത്രം. സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങോട്ടാ നോക്കുന്നത്? പുറകോട്ടാണോ, മുമ്പോട്ടാണോ, അതോ സഹായം വരുന്ന പർവ്വതത്തിലേക്കാണോ നോക്കുന്നത്? സ്വത്രം. ലോകത്തിൽ നോക്കിയാൽ നിങ്ങൾ മുൻപോട്ട് പോകത്തില്ല. ദൈവത്തെ നോക്കിയാൽ നിങ്ങൾ മുൻപോട്ട് ശുഭകരമായ ഒരു യാത്ര ഉണ്ടാവും നിങ്ങൾക്ക്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ ചെങ്കടലിന് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ ശത്രു സൈന്യത്തിന്റെ ആരവാരവം കേട്ട് അവർ വല്ലാതെ ഭയപ്പെട്ടു. സ്വത്രം. അവരുടെ ഭയം കണ്ടപ്പോൾ മോശ എന്തു ചെയ്തു? സ്വത്രം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കൊരു പ്രതികൂലം വരുന്നത് കണ്ടാൽ നിങ്ങൾ പോലും അറിയാതെ എൻ്റെ അകം വേദനിക്കും. കാരണം ഈ പ്രതികൂലത്തിൽ ഞാനാണ് മുഖ്യ കണ്ണി. ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ആ പ്രതികൂലം വന്നത്. അതുകൊണ്ട് എങ്ങനെയും ആ പ്രതികൂലത്തിൽ നിന്ന് നിങ്ങൾ ജയിച്ച് പുറത്തു വരേണ്ടതിന് ഞാൻ ദൈവത്തിന്റെ സന്നിധി ചങ്കുമുട്ടി കരയും. ദൈവമേ, എന്റെ ജനത്തിന് ഒരു അനർത്ഥം വന്നു ഭവിച്ച് നിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകല്ലെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇവിടെ മോശയും ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ജനം ഇവിടെ വെച്ച് പട്ടുപോകരുത്, ശത്രു സൈന്യം അവരെ പിടിക്കരുത്, ഞാൻ എന്തു ചെയ്യണ്ടു? ഈ ചോദ്യം ദൈവത്തോട് ചോദിക്കാൻ നീ തയ്യാറാണ്. രോഗം കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ, കഷ്ടം കടന്നു വരുമ്പോൾ, നഷ്ടം കടന്നു വരുമ്പോൾ മനുഷ്യനോടല്ല ചോദിക്കണം, ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു പോകുമോ? എന്റെ കൂട്ടാളി ഇവിടെ കൊണ്ട് തീർന്നു പോകുമോ? എന്റെ നന്മ ഇവിടെ കൊണ്ട് തീർന്നു പോകുമോ? എന്റെ ഭവനം ഇവിടെ തകർന്നു പോകുമോ? ഞാനൊരു നഷ്ടമായി തീരുമോ? ഞാനൊരു അപമാനമായി മാറുമോ? ദൈവമേ, ഞാൻ എന്ത് ചെയ്യേണ്ടുവെന്ന് ദൈവത്തോട് ചോദിക്കുകുഞ്ഞെ. സ്വർഗം പറയുന്ന പോകണമെന്ന വഴി സ്വർഗം നിനക്ക് കാണിച്ചു തരും. മോശയോട് പറഞ്ഞു, മോശേ, ഈ ജനത്തെ ഞാൻ നിന്റെ കരത്തിലാണ് ഏൽപ്പിച്ചത്. അവരെ നടത്തുവാനുള്ള കടമ നിനക്കുള്ളതാണ്. അതുകൊണ്ട് നിന്റെ കരത്തിരിക്കുന്ന വടിയെടുത്ത് ആ കടലിൽ നേരിടാം. വ്യക്തമായി ഈ നല്ല പകൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ കരത്തിൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നൊരു വടിയുണ്ട്. വിശ്വാസം എന്നൊരു വടിയുണ്ട്. ആ വടിയെടുത്ത് നിന്റെ പ്രതികൂലത്തിൽ നേരെ നീട്ട് എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ പ്രതികൂലത്തെ നോക്കി ഭയപ്പെടാതെ മാറും പിശാചെന്ന് പറഞ്ഞ് കൽപ്പിക്കാൻ നീ തയ്യാറാകും. സ്വർഗം നിനക്ക് വേണ്ടി വെളിപ്പെടും. സ്വത്രം. പിശാച് പറയില്ല, ഞാൻ നിന്നെ വിടത്തില്ല. പിശാച് പറയില്ല, നിന്റെ കൂട്ടാളിയെ ഞാൻ വിടത്തില്ല. പിശാച് പറയില്ല, നിന്റെ കുടുംബത്തിൽ നന്മ കാണിക്കത്തില്ല. പിശാച് പറയും, നീ സന്തോഷിക്കാൻ സമ്മതിക്കത്തില്ല. ഇത് കേൾക്കുമ്പോ ഭയപ്പെടാതെ ദൈവത്തോട് പറ, കർത്താവേ, ഈ പിശാചിനെ തലതകർക്കുവാൻ അവിടുത്തേക്ക് മനസ്സുണ്ടാകണം. യേശുവിന്റെ നാമത്തിൽ മാറും പിശാചെന്ന് ആത്മാവിൽ നീ പറഞ്ഞു നോക്ക്. എന്റെ പൊന്നു പാസ്റ്ററെ, പറയാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞാൽ മാറുമോ എന്ന് എനിക്ക് അറിയത്തില്ല. സംശയം. അത് നിന്റെ അകത്ത് കൊണ്ടിടുന്ന ആരെന്നറിയാമോ? പിശാചാ കൊണ്ടിടുമേ. കുഞ്ഞെ, ഒരു പൊട്ടനെ പോലെ പൊട്ടിയപ്പോൾ നീ വിശ്വസിക്കണം, നീ അല്ല ജീവിക്കുന്നത്, നിന്റെ അകത്ത് ക്രിസ്തുവാ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് സംഭവിക്കുന്നില്ല. കാരണം നീ ലജ്ജിതനായി തീർന്ന എന്റെ ക്രിസ്തുവാണ് ലജ്ജിതനായി തീരുന്നത്. ദൈവത്തിന്റെ വചനം അതാ പഠിപ്പിക്കുന്നത്. ഞാൻ ലജ്ജിതനാകുവാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ തല കുനിയേണ്ടി വരുന്നത്? നമ്മുടെ അവിശ്വാസമാണ്. മനുഷ്യൻ പറയുന്നതിന് നമ്മൾ വില കൊടുക്കും, ദൈവം പറയുന്നതിന് നമ്മൾ നിസ്സാരമായി കാണും. എന്നാൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ പറയുന്നതിനെ നിസ്സാരമായി കണ്ടിട്ട് ദൈവം പറയുന്നതിനെ വിശ്വാസം ഏറ്റെടുത്ത ആമേൻ പറയണം. നീ ഒരു പക്ഷേ ഒരു ചന്തയുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. അവിടെ വില വാങ്ങുന്നവരുണ്ട്, അവിടെ കൊടുക്കുന്നവരുണ്ട്, അവിടെ വ്യാപാരം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഓർത്ത് നീ വ്യാകുലപ്പെട്ട് അവിടെ നിൽക്കാതെ, ദൈവമേ, നീ എന്നോട് കൂടെ ഉണ്ട്, ഇപ്പോൾ എനിക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു നോക്ക്. ആ ചന്തയ്ക്കകത്ത് നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും.
സ്വത്രം. ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് രോഗികളുണ്ട്, സ്വത്രം. ഒരുപാട് വൈദ്യന്മാരുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല. പക്ഷെ നീ അവിടെ നിന്നോട് ദൈവത്തോടുള്ള കർത്താവേ, നീ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണം പറഞ്ഞു നോക്ക്. സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അപ്പം സാഹചര്യങ്ങളല്ല നോക്കേണ്ടത് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരല്ല നോക്കേണ്ടത്. സ്വത്രം. അസാധ്യങ്ങളല്ല നോക്കേണ്ടത്. സകലതും സാധ്യമാക്കി നിന്നെ ജയത്തോടെ നടത്താം എന്ന് പറഞ്ഞ ദൈവത്തിലേക്ക് ഒരു പൊട്ടനെ പോലെ നോക്കണം. നോക്കിട്ടപ്പ ഇതിന്റെ മധ്യത്തിൽ എന്നെ നീ കാത്തേ മതിയാകൂ. ഇതിന്റെ മധ്യത്തിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചേ മതിയാകൂ. ഇവിടെ എന്നെ ലജ്ജിപ്പിക്കരുത്. നിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കണമേ. അവരുടെ ഉള്ളത്തോട് നീ സംസാരിക്കണമെന്ന് കുഞ്ഞെ ചങ്ക തുറന്ന് ആത്മാർത്ഥതയോടെ നിന്റെ രഹസ്യത്തിൽ കാണുന്ന പിതാവോട് നീ പറഞ്ഞു നോക്ക്. സ്വർഗം അവിടെ ഇറങ്ങും. നീ ലജ്ജിതനായി തീരുവാൻ, നീ ലജ്ജിതയായി തീരുവാൻ സ്വർഗത്തെ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. മനുഷ്യൻ പറയും നീ ജയിക്കത്തില്ലെന്ന്, ലോകം പറയും നീ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ യേശുവിന്റെ കൂടെത്തോളം വിജയം നിനക്ക് നിന്റെ സമ്മതിക്കുമെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. മോശ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ആ കടൽ നേരെ നീട്ടുമ്പോൾ വചനം പഠിപ്പിക്കുന്നറിയാമോ? രാത്രി മുഴുവനും ഒരു കാറ്റടിച്ചു. ഈ കാറ്റ് എവിടുന്ന് വന്നു? ആ നിമിഷം വരെ ഇല്ലാത്ത കാറ്റ് എവിടുന്ന് വന്നു? നിനക്ക് വേണ്ടി സ്വർഗമായ ജനത്തിന് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. മനസ്സിലാകാൻ കഴിയുന്നുണ്ടോ? എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കൂട്ടാളിക്ക് വേണ്ടി എന്റെ സ്വർഗം ഒരു കാറ്റയക്കും. എന്റെ സ്വർഗം ഒരു അത്ഭുതമയക്കും. എന്റെ സ്വർഗം ഒരു വിടുതലയക്കുമെന്ന് വിശ്വസിക്കുഞ്ഞെ. നീ നിന്നതല്ല, നിന്നെ നടത്തിയവനാ. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന മഹത്വം ദൈവത്തിന് കൊടുക്കും. നീ ഇന്നലെ തിന്നതും ഇന്നലെ കുടിച്ചതും ഇന്നലെ കണ്ടതും അല്ല പറയേണ്ടത്. ഇന്ന് നീ ദൈവത്തെ കാണാൻ ശ്രമിക്കുക. ഇന്ന് നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. ഇന്നലത്തത് കഴിഞ്ഞു പോയി, ഇന്നലെ പറഞ്ഞത് മറന്നുപോയി, ഇനി അത് ഓർക്കാനും നിനക്ക് കഴിയത്തില്ല. പക്ഷെ ഇന്നത്തെ പകൽക്കാലം നിനക്ക് വേണ്ടത് നീ സ്വർഗത്തോടൊന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം ഇറങ്ങി വരും. ഇസ്രായേൽ ജനം ആ കടലിന്റെ നടുക്കൂടെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കി. തങ്ങൾ നടക്കുന്ന പാതയിലും നോക്കി. പക്ഷെ മോശ എവിടെ നോക്കി? ദൈവത്തെ നോക്കി. നാം ചുറ്റുവട്ടവും വീക്ഷിച്ച യാത്ര ചെയ്ത് പക്ഷേ ദൈവത്തെ നോക്കാതെ പോയാൽ ചുറ്റുമുള്ളതെല്ലാം നിന്നെ കൈപിടിക്കും. അത് രോഗമായാലും പ്രതിസന്ധിയായാലും സാമ്പത്തിക ബാധ്യതയായാലും അതുപോലെ തന്നെ കുടുംബപരമായ പ്രതിബന്ധങ്ങളായാലും ദൈവത്തിൽ നിന്ന് നോട്ടം മാറ്റിയാൽ ലോകം നിന്നെ പിടിക്കും കുഞ്ഞെ. അപ്പൊ ലോകത്തെ നോക്കരുതെന്നാണോ അവന്റെ അർത്ഥം? ഇല്ല, ആവശ്യത്തിന് നോക്കണം, ആവശ്യമില്ലാതെ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷം പൊക്കോണം. പിന്നെ അവിടെ നിന്ന് കറങ്ങരുത്. സർവശക്തൻ നിനക്ക് വേണ്ടി കരുതിയാൽ അത് ശേഖരിച്ചുകൊണ്ട് അവിടെ നിൽക്കാതെ ഓടി രക്ഷപ്പെട്ടോണം. ലോകത്തിനോട് പറഞ്ഞൊരു കാര്യം, മോനെ ഞാൻ സോദോം ഗോമോറ പട്ടണം നശിപ്പിക്കാൻ പോവാ, ഓടിക്കോ. ഓടാൻ മനസ്സില്ലാഞ്ഞിട്ടും പിടിച്ചോണ്ട് ഓടി. ആ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, മോനെ തിരിഞ്ഞു നോക്കാല്ലേടാ. നീ ഏത് കെണിക്കകത്ത് ചെന്ന് വീണാലും, ഏത് കുരുക്കിനകത്ത് ചെന്ന് വീണാലും രക്ഷിപ്പാൻ കർത്താവ് ഇറങ്ങി വരും. പക്ഷെ ആ രക്ഷ വ്യക്തമായി തിരിച്ചറിയണം. ആ രക്ഷ വ്യക്തമായി തിരിച്ചറിയണം. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. സ്വത്രം. ഈ ബൈക്ക് എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, മോനെ പതിയെ പോണേ, ഓവർ സ്പീഡ് ആകല്ലേ. നല്ല കൊച്ചുങ്ങളാണെങ്കിൽ എന്ത് പറയാമോ? അപ്പൻ പറയുന്ന കേൾക്കും. നല്ല കൊച്ചുങ്ങളാണ്, അനുസരണമുള്ള കൊച്ചുങ്ങളാണ്. അനുസരണമില്ലാത്ത കൊച്ചുങ്ങളാണ് എന്നെ അപ്പന് വണ്ടിയെ കുറിച്ച് എന്തോ അറിയാം. അപ്പന് വണ്ടിയെ കുറിച്ച് എന്തോ അറിയാം. ഓ, അപ്പം വണ്ടി കണ്ടിട്ടില്ലല്ലോ, മോനല്ലേ വണ്ടി കണ്ടത്. സ്വത്രം. അങ്ങനെ ചിന്തിച്ച് വണ്ടി ഓടിക്കുന്നവർ അടുത്ത സെക്കൻഡിൽ പോസ്റ്റ് ഇരിക്കും, ഇങ്ങനെ സ്റ്റിക്കറായിട്ട്. കണ്ടിട്ടുണ്ടോ? കണ്ട വാത്തിക്കൂലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. സ്വത്രം. നമ്മൾ തിരിച്ചറിയണം,
അപ്പൻ നേരത്തെ ഒരു മുൻ വാണിംഗ് തന്നു. അത് കേൾക്കാതെ പോയതിന്റെ ശിക്ഷയാണെന്ന് നമ്മളെ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുമ്പോഴും മോശ നോക്കിയത് നടന്നു പോകുന്ന ജനത്തെയല്ല, ദൈവത്തെ. കാരണം ഞാനല്ല, വഴി തുറന്നത് സർവശക്തനായ എന്റെ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ നിന്ന് ഞാൻ എന്റെ നോട്ടം മാറ്റാൻ പാടില്ല. അങ്ങനെ മാറ്റിയാൽ ഈ ജനം രക്ഷപ്പെടത്തുമില്ല, ഞാൻ ഇവിടെ തകർന്ന് വീഴുകയും ചെയ്യും. അതുകൊണ്ട് നോട്ടം ദൈവത്തിലായതുകൊണ്ട് സ്വർഗം അവരെ മറുകര എത്തിച്ചു. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, നിനക്ക് വേണ്ടത് അന്ത്യത്തോളം തന്നു നിറപ്പാൻ എന്റെ കർത്താവ് മനസ്സുള്ളവനായി നിന്നെ വിളിച്ചു ചേർത്ത് പിടിച്ചെങ്കിൽ അവന്റെ കരത്തിൽ നിന്ന് വഴുതി പോകാതെ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. അങ്ങനെ കൊടുത്താണല്ലോ ലോകക്കാരുടെ മുമ്പിൽ നീ ഒരു പരസ്യക്കോലമാകുവാൻ സ്വർഗം അനുവദിക്കുന്ന ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 21. Praise the Lord. Hallelujah. സ്തോത്രം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഓർക്കണേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, നീ ദൈവത്തോട് കൂടെയാ നിൽക്കുന്നതെങ്കിൽ, നീ ആഗ്രഹിക്കുന്നതെല്ലാം നീ പ്രാപിക്കും. നീ കാണുന്നതെല്ലാം നിന്റെ കണ്ണിന് മുമ്പിൽ സ്വർഗം തരും. നീ ചോദിക്കുന്നത് നനയ്ക്കുന്നതിന് ഉപരിയായി നീ സമൂഹത്തിന് മധ്യത്തിൽ ഉയർത്തപ്പെടും. ഇന്നിത്തിരി കഷ്ടമുണ്ട്, ഇന്നിത്തിരി ദുഃഖമുണ്ട്, ഇന്നിത്തിരി നഷ്ടമുണ്ട്, ഇന്നിച്ചിരി വേദനയുണ്ട്, ഇന്നിച്ചിരി ഒറ്റപ്പെടലുണ്ട്, ഇന്നിച്ചിരി തിരസ്കാരമുണ്ട്. പക്ഷെ എല്ലാ കാലത്തും ഈ കഷ്ടത്തിലും നഷ്ടത്തിലും നീ വീണ് കിടക്കത്തില്ല. ആ കഷ്ടത്തെ അതിജീവിപ്പുള്ള കൃപ ദൈവം നിനക്ക് തന്ന് നിന്നെ ശ്രേഷ്ഠകരമായി ഉയർത്തുന്ന ദിവസം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ആമേൻ പറ. മാത്രം പെട്ടകത്തിനകത്ത്, കീരി തേച്ച പെട്ടകത്തിനകത്ത് നൈൽ നദിയുടെ ഓളംതുള്ളി ഒഴുകി വരുന്ന മോശക്കുഞ്ഞ് സ്വത്രം ആ നദിക്കകത്തെ തിമിംഗലങ്ങളും അതുപോലെ തന്നെ മറ്റു മുതലകളും ഒക്കെ പൊടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് നോക്കി 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 പുറകെ വരുന്ന ഒരു മിരിയാമുണ്ട്. ഒന്നും സംഭവിക്കല്ലേ, ഒന്നും സംഭവിക്കല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട്. സ്വത്രം. മിരിയാമു കൂടെ വന്നില്ലെങ്കിലും സ്വർഗം എത്തിക്കേണ്ട സാധ്യത. സ്വത്രം. കാരണം നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. നീ എത്ര വഴുതിപ്പോയാലും, നീ ഏതെല്ലാം നിലവാരത്തിൽ തെറ്റ് ചെയ്ത് ലോകത്തിൽ ഓടിയാലും സ്വർഗം നിന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എത്തും വരെ നിനക്ക് സ്വസ്ഥത ഉണ്ടാവും. നീ എത്ര വഴിയാലും, എത്ര ഓടിയാലും, എത്ര ചാടിയാലും ദൈവം നിന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ എത്തും വരെ നിനക്ക് സമാധാനം ഉണ്ടാകും. വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ആ നോക്ക് നോഹയുടെ പെട്ടകത്തെ എത്തിക്കേണ്ടിടത്ത് എത്തിപ്പാൻ സ്വർഗത്തിലെ പദ്ധതി ഒരുക്കി. നോക്ക് ആ ആറ്റിനകത്ത്, ആ നൈൽ നദിക്കകത്ത് സ്വത്രം നോക്ക് ഇഷ്ടം പോലെ തിമിംഗലങ്ങളുണ്ട്, ഇത്ര ഇഷ്ടം പോലെ പടുകുഴികളുണ്ട്, കയങ്ങളുണ്ട്. സ്വത്രം. ആ നൈൽ നദി വീണവർ ഒരുവിധപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഈ കൊച്ചു ഞാങ്ങണ പെട്ടകത്തിനകത്ത് കിടക്കുന്ന പെട്ടകം ഫറവോന്റെ പുത്രിയുടെ കരത്തിലെത്തി? സ്വത്രം. അത് എത്തിയതല്ല, സ്വർഗം കൊണ്ട് എത്തിച്ചതാ. സ്വത്രം. ഒരു പക്ഷെ നിനക്ക് തോന്നാം നിന്റെ കഴിവ് കൊണ്ട് നീ എത്തിയതാണ്. അല്ല കുഞ്ഞ്, ദൈവത്തിന്റെ ദയ കൊണ്ട് നീ ആയതാ. നമ്മളൊക്കെ ചിന്ത, ഞാൻ ഇത്രയും പഠിച്ചതാ, എന്റെ കുടുംബത്തിന് ഇത്ര ശ്രേഷ്ഠതയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി പണമുണ്ട്. ഒരു പ്രയോജനമില്ല. നിന്റെ വിദ്യാഭ്യാസം കൊണ്ടോ, നിന്റെ പണം കൊണ്ടോ, നിന്റെ ശ്രേഷ്ഠത കൊണ്ടോ ഒരു പ്രയോജനമില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ ശലോമോന് പഠിച്ചാൽ മതി. എല്ലാം ഉണ്ടായിരുന്നിട്ടും താൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൈവകരത്തിൽ തന്നെ കൊടുത്തപ്പോഴാണ് ദൈവം അവനെ ഉയർത്തിയത്. സഹോദരങ്ങളെ, ഭൂമിയിൽ കർത്താവ് നമുക്ക് എല്ലാം തന്നിട്ട് പറയും സന്തോഷം തിന്നടാ, കുടിക്കടാ, മക്കളെ ആനന്ദിക്കടാ എന്നാ പറഞ്ഞത്. അല്ലാതെ തിന്നില്ലേ, കുടിക്കല്ലേ, പോവല്ലേ, വരല്ലേ, നിക്കല്ലേ എന്നല്ല പറഞ്ഞത്. സന്തോഷിക്കടാ മക്കളെ എന്നാ പറഞ്ഞത്. പക്ഷെ ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ മഹത്വം എനിക്ക് തരണം. വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവം സ്വത്രം. നോക്ക്, ആ സന്തോഷത്തിൽ നിന്നെ അന്ത്യത്തോളം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ ഇവിടെ നാളെ ഒരു സഹോദരി പറയുക, സ്വത്രം, നീ ഉണ്ടായിരുന്നെങ്കിൽ
എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവ് എത്രയോ വട്ടം പറഞ്ഞതാ, കരയേണ്ട മക്കളെ, എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. കേട്ടോ? അനുസരിച്ചോ? ഓർത്തോ? ഇല്ല. നന്ദി പറഞ്ഞോ? ഇല്ല. കാരണം ഒഴുക്കിനൊത്തൊഴുകി, സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ ഒഴുകി, സഹോദരൻ മരിച്ചു. അപ്പോഴും ഒരു പ്രതീക്ഷ അകത്ത് കിടക്കുക. യേശു ഉണ്ടായിരുന്നെങ്കിൽ, യേശു ഉണ്ടായിരുന്നെങ്കിൽ. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ, ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത്, യേശു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു അനർത്ഥവും വന്ന് നീയും നിന്റെ സന്തതിയും ലോകയുടെ മുമ്പിൽ പരസ്യക്കൊലമാകാൻ ഇത് വരത്തില്ല. സഹോദരങ്ങളെ, വ്യക്തമായി പറയട്ടെ, യേശു ഇല്ലാതെ പോയത് കൊണ്ട് മാർത്തയുടെയും മറിയുടെയും ഭവനത്തിനകത്ത് നിലവിളി ഉയർന്നെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമി കിടന്ന് അയ്യം വിളിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇസ്രായേൽ ജനത്തിന് ലഭിക്കാത്ത രക്ഷ, മാർത്തയ്ക്കും മറിയയ്ക്കും ലഭിക്കാത്ത രക്ഷ യേശു ക്രിസ്തുവിലൂടെ നിനക്കും എനിക്കും സ്വർഗം തന്നെങ്കിൽ, ഈ നല്ല പകൽക്കാലം ദൈവപൈതലെ വിശ്വസിക്ക്. നീ ഒരു അനാഥനല്ല. നീ ആരുടെ മുകളിൽ നിന്ന പാത്രമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സന്തതി ആഹാരമിറക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദേശത്തിന്റെ മധ്യത്തിൽ നീ അനുഭവിച്ച നിന്ദകൾക്കും പരിഹാസങ്ങൾക്കും അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും മറുപടിയായി സ്വർഗം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ആ സ്വർഗം എഴുന്നേറ്റ ശത്രുക്കൾ ചിതറിപ്പോകും. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി പുറത്തു വരും. ലോകം പറയും, നിന്നോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനായി ക്രിസ്തു അത്രേ. ആകയാൽ അവനോടുകൂടെ ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു മരണവാർത്ത അറിഞ്ഞ് അവരുടെ ഭവനത്തിൽ വന്നിട്ട് അവരോടുകൂടെ ചേർന്ന് കരയുക. സ്വന്തം എന്തിനാ യേശു കരഞ്ഞത്? അവരുടെ വേർപാടിന്റെ ദുഃഖം അറിഞ്ഞിട്ടല്ല, അവരുടെ അവിശ്വാസം കണ്ടട്ട. സ്വത്രം അവരുടെ അവിശ്വാസം കണ്ടട്ട. നിന്നെ ഓർത്ത് കർത്താവ് കരയുന്നത് നിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത കണ്ടിട്ടല്ല, നിന്റെ അവിശ്വാസം നിന്റെ അകത്ത് കിടക്കുന്ന കണ്ടട്ട. അവിശ്വാസം അകത്ത് കിടക്കുന്നിടത്തോളം കാലം നീ ദൈവമഹത്വം കാണത്തില്ല. സ്വത്രം അവൾ പറയുന്നൊരു വാക്ക് ശ്രദ്ധയോടെ കേൾക്കണമേ. സ്വത്രം ഒടുക്കത്തെ നാളിൽ അല്ല മോളെ, ഒടുക്കത്തെ നാളിൽ ഇപ്പോ നീ അത് കാണാൻ പോവുക. സ്വത്രം ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നീ ആഗ്രഹിക്കുന്ന കണ്ടോ, സ്വർഗ്ഗവത് നിനക്ക് തരാൻ പോകുക. ഇന്നലെ വരെ ഇല്ല എന്ന് പറഞ്ഞത്, ഇന്നലെ വരെ കാണത്തില്ലെന്ന് പറഞ്ഞത്, ഇന്നലെ വരെ തരത്തില്ലെന്ന് പറഞ്ഞത്, സ്വർഗ്ഗം ഇത് പകൽക്കാലം നിനക്ക് വേണ്ടി എഴുതി വെക്കുക, നിനക്ക് വേണ്ടി കൊണ്ട് തരാൻ പോകുക. ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് നിന്റെ തലമുറ സന്തോഷമാ, നിന്റെ കൂട്ടരുടെ സന്തോഷമാ, നിന്റെ കുടുംബത്തിനകത്ത് നന്മകളുടെ സന്തോഷമാ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ സന്തോഷമാ നീ കാണാൻ പോകുന്നത്. അതിന് വിപരീതമായി ഒരു പിശാചും ഇനി നിന്നെ തൊടത്തില്ല, ഇനി നിന്നെ തൊടത്തില്ല. പറയുന്നു, നിങ്ങൾ കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് ഈ പകൽക്കാലം വ്യക്തമായി പറഞ്ഞ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാ. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ തോൽക്കുകയില്ല, ഞാൻ ജയിച്ചു പുറത്തു വരും. ശത്രുവിന്റെ തല ഞാൻ തകർക്കും. അതിന് അഭിഷേകം അവൻ എന്റെ മേൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജയിച്ചു പുറത്തു വരും. കല്ലറയ്ക്കകത്ത് അടച്ചു കൂട്ടപ്പെട്ട ലാസറിന്റെ കല്ലറ തുറന്ന് യേശു അകത്തേക്ക് നോക്കി വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഒരിക്കൽ കൂടി വിളിക്കുവാൻ ഇട വന്നില്ലെങ്കിൽ, കുഞ്ഞെ, നിന്റെ വിശ്വാസം പൂർണ്ണമാണെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാകത്തില്ല. ഈ പകലിൽ നീ ദൈവത്തിന്റെ അത്ഭുതം കാണും. നാളെ എന്ന് പറയുന്ന ഒരു ദിവസം നിന്റെ മുമ്പിൽ ദൈവം തരത്തില്ല. ഈ പകൽക്കാലം നീ ദൈവത്തിന്റെ മഹത്വം കാണും. കർത്താവേ, അത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്ന് ദൈവത്തോട് പറയാം. ഈ വചനങ്ങൾ ആ സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.